ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, ശാലോം ടെലിവിഷൻ്റെ വചനം തിരുവചനം ശുശ്രൂഷയിൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം എൻ്റെ പാദങ്ങൾ എന്നതിനെ പറ്റിയാണ്. ബൈബിൾ പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് കാണിച്ചു തരുന്ന ഒരു കാര്യമുണ്ട്. ഒരു ബാഹ്യ മനുഷ്യനുമുണ്ട്, ഒരു ആന്തരിക മനുഷ്യനും ഉണ്ട്. ബാഹ്യ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പുറമേ കാണുന്ന ഒരു മനുഷ്യൻ്റെ രൂപമാണ്. അവൻ്റെ 2 കൈകൾ, കാലുകൾ, കണ്ണുകൾ, നാവ്, ചെവി ഒക്കെയുണ്ട്. ഇതുപോലെ ഒരു ആന്തരിക മനുഷ്യനും ഉണ്ട്. ആ ആന്തരിക മനുഷ്യന് കണ്ണുകളുണ്ട്, കൈകളുണ്ട്, കാലുകളുണ്ട്, പാദങ്ങളുണ്ട്, ഘ്രാണേന്ദ്രിയങ്ങളുണ്ട്. പരിശുദ്ധാത്മാ അഭിഷേകത്തിന് കീഴിൽ നമ്മൾ ദർശനങ്ങൾ കാണുമ്പോൾ ആന്തരിക മനുഷ്യൻ്റെ കണ്ണുകളിലൂടെയാണ് ദർശനം കാണുന്നത്. അതുപോലെ പരിശുദ്ധ അമ്മയുടെ സുഗന്ധാഭിഷേകം പ്രാർത്ഥനാ വേളകളിൽ ലഭിക്കുമ്പോൾ നമ്മുടെ ആന്തരിക മനുഷ്യൻ്റെ ഘ്രാണേന്ദ്രിയങ്ങളിലൂടെയാണ് ആ സുഗന്ധം നമുക്ക് കിട്ടുന്നത്. ദൈവത്തിൻ്റെ സ്വരം കേൾക്കുന്നതും നമ്മുടെ ബാഹ്യ മനുഷ്യൻ്റെ കാതുകൾ കൊണ്ടല്ല, അത് ആന്തരിക മനുഷ്യൻ്റെ കാതുകൾ കൊണ്ടാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമ്മൾ വചനത്തിലൂടെ പഠിക്കുന്നത് ആത്മീയ മനുഷ്യൻ്റെ കാലുകൾ, ആന്തരിക മനുഷ്യൻ്റെ കാലുകൾ അല്ലെങ്കിൽ ആന്തരിക മനുഷ്യൻ്റെ പാദങ്ങൾ എന്ന വിഷയത്തെ പറ്റിയാണ്. ഒന്നാമതായിട്ട് പാറമേൽ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ പാദങ്ങൾ. 40-ാം സങ്കീർത്തനം അതിൻ്റെ 2-ാമത്തെ തിരുവചനം പറയുന്നു, എൻ്റെ കാലുകളെ അവിടുന്ന് അഗാധമായ ഗർത്തത്തിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും കരകയറ്റി പാറമേൽ ഉറപ്പിച്ചു നിർത്തി. ഞാൻ പാപത്തിൻ്റെ അടിമയായി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ, പാപത്തിൻ്റെ ചേറ്റിൽ ഞാൻ ആണ്ടുകിടന്ന സമയത്ത് നാഥൻ്റെ തുളയ്ക്കപ്പെട്ട കരങ്ങൾ എന്നെ തേടി വരികയും രക്ഷകൻ്റെ സ്നേഹം എന്നെ പൊക്കിയെടുക്കുകയും എന്നെ ചെളിയിൽ നിന്നും പൊക്കിയെടുത്ത് എന്നെ ഉയർന്ന പാറപ്പുറത്ത് നിർത്തിയെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വചനത്തിൽ പറയുന്നു, ആ പാറ ക്രിസ്തുവാണ്. ദാറ്റ് റോക്ക് വാസ് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവാണ് ആ പാറ. അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ പറയുന്നു, വീട് പണിക്കാരായ നിങ്ങൾ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ആ കല്ലാണ് രക്ഷയ്ക്ക് കാരണം. മറ്റൊരുവനിലും രക്ഷയില്ല. ആകാശത്തിന് താഴെ നമ്മുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അതായത് നിങ്ങൾ ഉപേക്ഷിച്ച് കളഞ്ഞ പാറയായ യേശു ക്രിസ്തുവാണ് നമ്മുടെ രക്ഷയെന്ന് പത്രോസ്ലീഹ ഉച്ചത്തിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പ്രസംഗിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ധ്യാനങ്ങൾ കൂടിയും പ്രാർത്ഥനകളിൽ സംബന്ധിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മളിൽ അനേകം പേരും താഴെ വീഴാറുണ്ട്. അതിൽ നമ്മൾ ഞെട്ടിപ്പോകേണ്ട കാര്യമൊന്നുമില്ല. ഒരു കുഞ്ഞ് നടക്കാൻ പഠിക്കുന്നത് പോലെയാണത്. 1, 2 അല്ലെങ്കിൽ 5 ധ്യാനം കൂടിയത് കൊണ്ട് മാത്രം ഇന്ന് വരെ വീഴാതെ പോകുന്ന ആരും ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ വീഴുക തന്നെ ചെയ്യും. പക്ഷേ പ്രശ്നം ഇതാണ്, നമുക്കത് അങ്ങ് വരെ അല്ലെങ്കിൽ നമ്മുടെ മരണം വരെ തുടരുന്ന ഒരു കാര്യമായിട്ട് നമുക്കതിനെ കൊണ്ടു നടക്കാൻ പറ്റുകയില്ല. പകരം ആ വീഴ്ച ഒരു സ്ഥലത്ത് വെച്ച് അവസാനിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. പകരം നമ്മൾ സ്ഥിരപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മൾ സ്ഥിരപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതിനായിട്ട് ദൈവം ചെയ്യുന്ന കാര്യമാണ് നമ്മുടെ പാദങ്ങളെ പാറയുടെ പുറത്ത് കൊണ്ടുപോയി ഉറപ്പിച്ച് നിർത്തുക എന്ന് പറയുന്നത്. നമ്മുടെ പ്രാർത്ഥനാ വേളകളിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം ഇതാണ്, കർത്താവേ, നീയാകുന്ന പാറപ്പുറത്ത് എന്നെ കൊണ്ടുപോയി നിർത്തണമേ. ഒരു മനുഷ്യൻ കാട്ടിൽ വേട്ടയാടാൻ പോയതാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി വലിയ കൊടുങ്കാറ്റ് വരികയാണ്. ഈ കൊടുങ്കാറ്റ് വന്ന സമയത്ത് കാടിൻ്റെ പുറത്തിറങ്ങാൻ അദ്ദേഹത്തിന് പറ്റുന്നില്ല. അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓടുന്നെങ്കിലും കാറ്റ് അദ്ദേഹത്തിൻ്റെ പുറകെ തന്നെയുണ്ട്. മരങ്ങൾ ഓരോന്നായിട്ട് താഴെ വീണുകൊണ്ടിരിക്കുകയാണ്. ഒരു മരത്തിൻ്റെയും താഴെ പോയി ആ മനുഷ്യന് നിൽക്കാനായിട്ട് സാധിക്കുന്നില്ല, ഭയമായി. കാരണം ഏത് മരമാണ് എപ്പോൾ വന്ന് വീഴുക എന്ന് ഒന്നും പ്രവചിക്കാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ അദ്ദേഹം ഭയന്ന് നിൽക്കുമ്പോൾ ഒരു വലിയ പാറ കണ്ടു. ഓടിച്ചെന്ന് ആ പാറയുടെ ഇടുക്കിൽ അല്പം സ്ഥലമുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് അദ്ദേഹം കയറി ഒളിച്ചങ്ങിരുന്നു. കൊടുങ്കാറ്റ് ഒരു 2 മണിക്കൂർ നേരം ആഞ്ഞടിച്ചു. ഒരുപാട് മരങ്ങൾ കടപുഴകി വീണു.
ഒരുപാട് ജീവജാലങ്ങൾ ചത്തൊടുങ്ങി. പക്ഷേ പാറയുടെ ഉള്ളിൽ അഭയം കണ്ടെത്തിയിരുന്ന ഈ പാവപ്പെട്ട മനുഷ്യനെ കൊടുങ്കാറ്റിന് സ്പർശിക്കുവാൻ കഴിഞ്ഞില്ല. കാരണം അദ്ദേഹം പാറയുടെ ഉള്ളിലായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം പറഞ്ഞത് ഇതാണ്: പ്രലോഭനങ്ങളാകുന്ന കൊടുങ്കാറ്റുകൾ, പ്രശ്നങ്ങൾ, വേദനകൾ, തകർച്ചകൾ നമ്മുടെ നേരെ ആഞ്ഞടിക്കുമ്പോൾ നമ്മുടെ അഭയമായി മാറുന്നത് യേശു ക്രിസ്തു എന്ന പാറയാണ്. പുറപ്പാട് പുസ്തകത്തിൽ മോശ ദൈവത്തോട് വളരെ വിചിത്രമായ ഒരു അഭ്യർത്ഥന നടത്തുന്നുണ്ട്. നമ്മളാരും ചോദിക്കാത്തൊരു കാര്യമാണ്: ദൈവമേ, ഐ വോണ്ട് ടു സീ യുവർ ഫേസ്, അങ്ങയുടെ മുഖം എനിക്ക് കാണിച്ചു തരണമേ. ചില ട്രാൻസ്ലേഷനുകളിൽ അങ്ങയുടെ മഹത്വം എന്നെ കാണിച്ചു തരണമെന്നാണ്. മോശ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്: ദൈവമേ, അങ്ങയുടെ കൈകളുടെ പ്രവൃത്തി ഞാൻ കണ്ടിട്ടുണ്ട്, അങ്ങയുടെ കാലുകളുടെ ഓട്ടം ഞാൻ കണ്ടിട്ടുണ്ട്, പകൽ മേഘസ്തംഭമായും രാത്രിയിൽ അഗ്നിത്തൂണായും അങ്ങ് നടക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, അങ്ങ് കാറ്റു വീശി കടലിനെ പിളർക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, മന്ന വീഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ അങ്ങയുടെ തേജസ്സാർന്ന മുഖം ഒന്ന് കാണാൻ എനിക്ക് കൊതിയാണ്. കർത്താവേ, നിന്റെ മുഖം, നിന്റെ തേജസ് എന്നെ ഒന്ന് കാണിച്ചു തരണമേ. ഐ എം സീക്കിംഗ് യുവർ ഫേസ്, അങ്ങയുടെ മുഖം ഞാൻ തേടുന്നു. അപ്പോൾ ദൈവമായ കർത്താവ് അതിന് ഉത്തരം കൊടുത്തതാണ്: മോശേ, നീ നേരിട്ട് എൻ്റെ മുഖം കണ്ടാൽ നീ ചാരമായി പോകും. യു വിൽ ഡൈ, നീ മരിച്ചു പോകും. നീ മരിച്ചു പോകാതിരിക്കാൻ ഒറ്റ കാരണമേ ഉള്ളൂ. നീ എന്ത് ചെയ്യണമെന്നറിയാമോ? നീ ആ കാണുന്ന പാറയുടെ വിള്ളലിൽ കയറി നിൽക്കുക. അപ്പോൾ ഞാൻ നിന്റെ മുൻപിലൂടെ കടന്നു പോകുമ്പോൾ നിനക്കെൻ്റെ മഹത്വത്തിൻ്റെ പുറകുഭാഗം കാണാനായിട്ട് സാധിക്കും. മുൻഭാഗം കണ്ടാൽ നീ കരിഞ്ഞു പോകും. എങ്കിലും കുറച്ച് മഹത്വം ഞാൻ കാണിച്ചു തരാം. പക്ഷെ അതിനു മുമ്പ് നീ പാറയുടെ ആ വിള്ളലിൽ കയറി നിൽക്കണം. 1 കൊരിന്ത്യർ 10:4 ആ പാറ ക്രിസ്തുവാണ്. അപ്പൊ പാറയുടെ വിള്ളൽ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ മുറിവുകളാണ്. തോമസ് ലീഹയ്ക്ക് ഈശോ പ്രത്യക്ഷപ്പെടുമ്പോൾ തോമസ് ലീഹ സംശയിക്കുന്നുണ്ട്. ആ സമയത്ത് കർത്താവ് പറയുന്നൊരു വാക്യം ഇതാണ്: തോമാ, നിന്റെ കൈകൾ കൊണ്ടുവന്ന് എൻ്റെ മുറിവിൻ്റെ അകത്ത് ഇട്ടുകൊള്ളുക. ഈ മുറിവുകൾ എന്ന് പറയുന്നത് ദൈവമഹത്വം കാണാൻ ദൈവം ഒരുക്കിയിരിക്കുന്ന വഴിയാണ്. നാം യേശു ക്രിസ്തുവാകുന്ന പാറയുടെ ഉള്ളിൽ കയറിയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ: തോമ, നിന്റെ കൈ കൊണ്ടുവന്ന് എൻ്റെ മുറിവുകളിൽ ഇടുക. ഈ സമയത്ത് ദൈവമഹത്വം തോമ ദർശിക്കുകയാണ്. അതുകൊണ്ടാണ് തോമ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്: എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. എൻ്റെ ഗുരുവേ എന്നൊന്നും അല്ല ആ സമയത്ത് വിളിക്കുന്നത്: മൈ ലോർഡ് ആൻഡ് മൈ ഗാഡ്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, ഞാൻ അങ്ങയുടെ മഹത്വം കണ്ടിരിക്കുന്നു. അപ്പോൾ ഒന്നാമതായി, ആന്തരിക മനുഷ്യൻ്റെ പാദങ്ങളെ യേശു ക്രിസ്തുവിൽ ഉറപ്പിക്കപ്പെടണം. ക്രിസ്തുവാകുന്ന ആ പാറയിൽ നമ്മൾ ഉറപ്പിക്കപ്പെട്ടാൽ മാത്രമേ നമുക്ക് വളരുവാനായിട്ട് സാധിക്കത്തുള്ളൂ. രണ്ടാമതായി, കഴുകപ്പെടുന്ന പാദങ്ങൾ. യോഹന്നാന്റെ സുവിശേഷം 13 അതിൻ്റെ 10 തിരുവചനത്തിൽ കർത്താവ് യേശു ക്രിസ്തു ഇപ്രകാരം അരുളി ചെയ്തു: കുളി കഴിഞ്ഞവൻ്റെ പാദങ്ങൾ മാത്രം കഴുകിയാൽ മതി, അവൻ മുഴുവനും ശുദ്ധിയുള്ളവനായിത്തീരും. കുളി കഴിഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് നന്നായിട്ട് പ്രാർത്ഥിച്ച് പ്രഭാതത്തിൽ എഴുന്നേറ്റ് ആരാധിച്ച്, യേശുവേ, എൻ്റെ ഭാര്യയോട് ദേഷ്യപ്പെട്ടതിന് മാപ്പ് തരണം, എൻ്റെ ഭർത്താവിനോട് ചൂടായതിന് മാപ്പ് തരണം, കള്ളം പറഞ്ഞതിന് മാപ്പ് തരണം, എല്ലാം നമ്മൾ ഏറ്റുപറഞ്ഞ് നമ്മൾ യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചു. അതിനുശേഷം നമ്മൾ വീട്ടിൻ്റെ പുറത്ത് നമ്മുടെ ജോലിക്കായിട്ട് നമ്മുടെ ജോലി സ്ഥലത്തേക്ക് നമ്മൾ പോകുമ്പോൾ എത്രയൊക്കെ ശ്രദ്ധിച്ചാലും നമ്മുടെ ജീവിതത്തിൽ പാപം കടന്നു വരുമെന്നാണ് ഈശോ ഇവിടെ പറയുന്നത്. കുളി കഴിഞ്ഞവൻ്റെ കാലുകളിൽ അഴുക്ക് പറ്റാൻ സാധ്യതയുണ്ട്. അവൻ കുളി കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ഉടൻ തന്നെ യഥാർത്ഥത്തിൽ അവൻ്റെ പാദങ്ങളിൽ അഴുക്ക് പറ്റാനുള്ള ഇടയുണ്ട്. നമ്മൾ ജോലി സ്ഥലത്ത് ആരുമാട്ടെങ്കിലും സംസാരിക്കുമ്പോഴോ അബദ്ധവശാൽ തെറ്റായൊരു നോട്ടം സംഭവിക്കുമ്പോഴോ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കുളി കഴിഞ്ഞാൽ പോലും പാദങ്ങളിൽ അഴുക്ക് പറ്റുന്നു. എന്നാൽ അങ്ങനെയുള്ളവരെ യേശു തള്ളിക്കളയുന്നില്ല, വഴക്കു പറയുന്നില്ല, ഓടിച്ചു കളയുന്നില്ല. നീ ആത്മീയനൊന്നും അല്ല, നിന്നെ കൊള്ളത്തില്ല, നീ പാപിയാന്നൊന്നും പറയുന്നില്ല. പകരം യേശു പറയുന്നത് അവൻ്റെ പാദങ്ങൾ മാത്രം കഴുകിയാൽ മതി എന്നാണ്. യോഹന്നാന്റെ സുവിശേഷം 15 3-4 തിരുവചനങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുകയാണ്: ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായി തീർന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പ്രഭാതത്തിൽ നമ്മൾ പ്രാർത്ഥന കഴിഞ്ഞ് ജോലി സ്ഥലത്തേക്ക് പോയി ഒരുപാട് ജോലിയൊക്കെ ചെയ്ത് കഷ്ടപ്പെട്ട് അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പാപമൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു, അഴുക്കുമൊക്കെ പറ്റി നമ്മൾ വൈകിട്ട് തിരിച്ചു വന്ന് ബൈബിൾ തുറന്ന് വായിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനം വായിക്കുന്ന സമയത്ത് ദൈവം പറയാണ്, നമ്മുടെ പാദങ്ങളിൽ പറ്റിയിരിക്കുന്ന അഴുക്കിനെ ദൈവത്തിൻ്റെ വചനം കഴുകിക്കളയുന്നു.
മനോഹരമായ ഒരു വചനഭാഗമാണ് എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ തിരുവചനം. അവൻ സഭയെ ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി, ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാതെ മഹത്വപൂർണയായി തനിക്ക് സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അവൻ ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി മാറ്റി സഭയെ എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ പാദങ്ങൾ കഴുകപ്പെടേണ്ടത് ദൈവത്തിൻ്റെ വചനത്താലാണ്. വചനം നമ്മൾ എന്തുമാത്രം വായിക്കുന്നോ അത്രത്തോളം നമ്മുടെ പുറത്ത് അഭിഷേകമുണ്ടാകും. ഈ കഴിഞ്ഞ ഒരു ദിവസം പ്രഭാതത്തിൽ ഞാൻ എഴുന്നേറ്റ് അപ്പോസ്തല പ്രവർത്തനങ്ങൾ വായിക്കുകയാണ്. അപ്പോൾ ആദിമസഭയിൽ പരിശുദ്ധാത്മാവ് ചെയ്ത അത്ഭുതകരമായ കാര്യങ്ങൾ അതിൻ്റെ അകത്തൂടെ ഇങ്ങനെ വായിച്ച് നമ്മൾ ആവേശം കൊള്ളുകയാണ്. നമുക്കത് വായിക്കുമ്പോൾ തന്നെ സന്തോഷമാണ്. കാരണം പത്രോസിനെ നിഴലടിക്കുമ്പോൾ അവിടെ വലിയ രോഗശാന്തി നടക്കുന്നു, തബീത്ത ഉയർത്തെഴുന്നേൽക്കപ്പെടുന്നു, തീനാളങ്ങൾ പോലെ പരിശുദ്ധാത്മാവ് വരുന്നു, വലിയ ശക്തി വെളിപ്പെടുന്ന അപ്പോസ്തല പ്രവർത്തനങ്ങൾ അറിയപ്പെടുന്നത് ബൈബിളിലെ പവർ ഹൗസ് എന്നാണ്. നമ്മൾ ഈ ട്രാൻസ്ഫോമർ എന്നൊക്കെ പറയുന്നത് പോലെ ബൈബിളിലെ പവർ സ്റ്റേഷനാണ് ഈ അപ്പോസ്തല പ്രവർത്തനങ്ങൾ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തി വെളിപ്പെടുന്ന പുസ്തകമാണ്. ഞാൻ ആ അധ്യായത്തിൻ്റെ ഏതാണ്ട് ഒരു 16 അധ്യായങ്ങൾ ഒറ്റയടിക്കിരുന്ന പ്രഭാതത്തിൽ വായിച്ചു കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലാകുകയാണ്, എൻ്റെ ശരീരത്തിലും എൻ്റെ ആത്മാവിലും എൻ്റെ മനസ്സിലുമെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ കഴുകപ്പെടുന്ന, വിശുദ്ധീകരിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ ചൈതന്യം നിറയുന്ന ഒരു അനുഭവമാണ്. നമ്മുടെ പുറത്തുകൂടി അഭിഷേകത്തിൻ്റെ തൈലമൊഴുകുന്നൊരു അനുഭവം. ഒറ്റ ഇരിപ്പിന് 15 അധ്യായം ബൈബിൾ വായിച്ചപ്പോൾ സംഭവിച്ച കാര്യമാണ്. ഈശോയുടെ പറയാണ്, നിന്റെ പാദങ്ങൾ എൻ്റെ വചനത്താൽ നീ കഴുകപ്പെടുക. മൂന്നാമതായി കർത്താവിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നു, ദൈവത്താൽ കാത്തു സൂക്ഷിക്കപ്പെടുന്ന നമ്മുടെ പാദങ്ങൾ. 1 സാമുവേൽ 2-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ തിരുവചനം പറയാണ്, തൻ്റെ വിശ്വസ്തരുടെ പാദങ്ങളെ അവിടുന്ന് കാത്തു സൂക്ഷിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ദൈവത്തോട് വിശ്വസ്തത പുലർത്തുമ്പോൾ, എങ്ങനെ വിശ്വസ്തത പുലർത്തുമ്പോൾ? പ്രാർത്ഥനയിൽ വിശ്വസ്തത പുലർത്തുമ്പോൾ, വിശുദ്ധ കുർബാന സ്വീകരണത്തിൽ വിശ്വസ്തത പുലർത്തുമ്പോൾ, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നതിൽ വിശ്വസ്തത പുലർത്തുമ്പോൾ, ദൈവവചനം ധ്യാനിക്കുന്നതിൽ വിശ്വസ്തത പുലർത്തുമ്പോൾ, കുടുംബ പ്രാർത്ഥനയിൽ വിശ്വസ്തത പുലർത്തുമ്പോൾ, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളിൽ നമ്മൾ വിശ്വസ്തത പുലർത്തുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയാണ്, തൻ്റെ വിശ്വസ്തരുടെ പാദങ്ങളെ അവിടുന്ന് വീണു പോകാതെ സംരക്ഷിക്കുന്നു. 91-ാം സങ്കീർത്തനത്തിൻ്റെ 12-ാമത്തെ തിരുവചനത്തിൽ പറയാണ്, നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ ദൂതന്മാർ നിന്നെ കൈകളിൽ സംവഹിച്ചുകൊള്ളും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ ദൈവം നിന്നെ കാത്തുകൊള്ളും. ഇന്ന് ഞാനും നിങ്ങളും വീണു പോകുന്നതിൻ്റെ ഒറ്റ കാരണം ഇതാണ്, ദൈവം നമ്മളെ കാത്തുകൊള്ളുവാൻ നമ്മൾ വിട്ടുകൊടുക്കുന്നില്ല. ദൈവം തയ്യാറാണെങ്കിലും നമ്മൾ പറയാണ്, കർത്താവേ, ഞാനിപ്പോൾ നിൽക്കാനൊക്കെ പഠിച്ചു, ഞാനിപ്പോൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്, എനിക്കിപ്പം നന്നായിട്ട് അഭിഷേകത്തിൻ്റെ രഹസ്യമൊക്കെ പിടികിട്ടി, വിശുദ്ധ ജീവിതത്തിൻ്റെ താക്കോലുകളൊക്കെ എനിക്ക് മനസ്സിലായി, ഒരുപാട് ക്ലാസ്സൊക്കെ കേട്ട് എനിക്കിപ്പോൾ വിശുദ്ധി എങ്ങനെയാണെന്ന് അറിയാം. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ താഴെ വീഴുന്നു. എന്നാൽ ദൈവം നമ്മളെ താങ്ങി പിടിക്കുകയാണെങ്കിൽ നമ്മൾ താഴെ വീഴത്തില്ല. ഈശോ നമുക്ക് എല്ലാ കാര്യത്തിലും മാതൃകയാണല്ലോ. ഹെബ്രായ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വചനത്തിൽ ഇങ്ങനെയാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്, തൻ്റെ ഐഹിക ജീവിത കാലത്ത് ക്രിസ്തു മരണത്തിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ കഴിവുള്ളവനോട് വലിയ വിലാപത്തോടും കണ്ണുനീരോടും നെടുവീർപ്പോടും കൂടി പ്രാർത്ഥനകളും യാചനകളും സമർപ്പിച്ചു. അവൻ്റെ ദൈവഭയം മൂലം അവൻ്റെ പ്രാർത്ഥന കേട്ടു. എന്തെങ്കിലും മനസ്സിലായോ? ഈശോ 33 കൊല്ലം ഈ ഭൂമിയിൽ, 33.5 വർഷം ഈ ഭൂമിയിൽ മനുഷ്യനായിട്ട് ജീവിച്ച സമയത്ത് ഓരോ പ്രഭാതത്തിലും എഴുന്നേറ്റ് കരയുമായിരുന്നു, നിലവിളിക്കുമായിരുന്നു, അപ്പാ പിതാവേ, എന്നെ കാത്തുകൊള്ളണം, എൻ്റെ പാദങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ താങ്ങിക്കൊള്ളണം, പാപത്തിൻ്റെ ലാഞ്ചന പോലും എന്നെ തൊടാതെ എന്നെ കാത്തുകൊള്ളണമേ. കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചെന്നാണ് പറയുന്നത്. അവൻ്റെ ദൈവഭയം മൂലം അവൻ്റെ പ്രാർത്ഥന കേട്ടു, പാപം അവനെ തൊട്ടില്ല. കാരണം യേശു ദൈവമായിരുന്നിട്ടും ദൈവത്തിൻ്റെ മഹത്വം വിട്ട് നമ്മെപ്പോലെ ഒരുവനായി മാറിയതിനാൽ പ്രലോഭന സമയത്ത് വീണു പോകാൻ ഒരു സാധ്യതയുണ്ടായിരുന്നത് കൊണ്ട് ഈശോ ഓരോ പ്രഭാതത്തിലും നിലവിളിക്കുമായിരുന്നു, പിതാവേ, എൻ്റെ പാദങ്ങൾ വീണു പോകാതെ കാത്തുകൊള്ളണമേ. ഇത് സുവിശേഷങ്ങളിൽ എങ്ങും കാണുന്നില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് ഹെബ്രായ ലേഖനത്തിൽ നമുക്കിത് മനോഹരമായിട്ട് കാണിച്ചു തരികയാണ്. യേശു എങ്ങനെയാണ് പേഴ്സണൽ പ്രെയർ ചെയ്തത്, വ്യക്തിപരമായിട്ട് പ്രാർത്ഥിച്ചത്. യേശു വെറും കയ്യടിയും പാട്ടും മാത്രമായിരുന്നില്ല. യേശു പ്രഭാതത്തിൽ നിലവിളിക്കുമായിരുന്നു, പിതാവേ, ഇന്നത്തെ ദിവസം ഞാൻ വീണു പോകാൻ പാടില്ല, ഇന്നത്തെ ദിവസം എൻ്റെ ചിന്തയിൽ തെറ്റുവരാൻ പാടില്ല, ഇന്നത്തെ ദിവസം എൻ്റെ നോട്ടം തെറ്റാൻ പാടില്ല, എന്നെ കാത്തുകൊള്ളണമേ. നമ്മൾ നേരത്തെ കേട്ട വചനം 1 സാമുവേൽ 2:9, തൻ്റെ വിശ്വസ്തരുടെ പാദങ്ങളെ അവിടുന്ന് വീണു പോകാതെ കാത്തു സൂക്ഷിക്കുന്നു. നമ്മൾ പ്രാർത്ഥനയിൽ വിശ്വസ്തരായിരുന്നാൽ നാം വീണു പോകാതിരിക്കുന്ന കാര്യം ദൈവം
അത്ഭുതകരമായി ചെയ്യുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയാം. ആദവും ഹവ്വായും വീണു പോയതിന് ഒറ്റ കാരണമേ ഉള്ളൂ, അവർ ജീവന്റെ വൃക്ഷം അതായത് യേശു ക്രിസ്തുവിനെ അവർ ആശ്രയിച്ചില്ല എന്നുള്ളതാണ്. പിതാവ് അവർക്ക് കാണിച്ചു കൊടുത്തു, നിങ്ങൾ എന്നെ ആശ്രയിച്ചാൽ നിങ്ങൾ ഒരിക്കലും വീഴത്തില്ല. നമ്മൾ എന്നാണ് വീഴുന്നതെന്നറിയാമോ? നമ്മൾ എന്നാണോ ദൈവത്തിൽ ആശ്രയിക്കാതിരിക്കുന്നത് അന്ന് നമ്മൾ താഴെ വീഴും. നമ്മൾ എന്നൊക്കെ നന്നായിട്ട് ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ അന്ന് നമ്മൾ വീഴത്തേയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ട് തന്നെ ഇരിക്കും. അടുത്തതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിച്ചിരിക്കുന്ന പാദങ്ങൾ. നാലാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് ഇതാണ്. എഫേസൂസുകാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവ് പറയാണ്, സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവിൻ എന്ന് പറഞ്ഞാൽ ഷൂസ് ധരിക്കുവിൻ. ഷൂസ് ധരിക്കുവിൻ എന്നാണ്. എനിക്കിത് വായിച്ചപ്പോൾ അത്ഭുതം തോന്നുകയാണ്. കാരണം പുറപ്പാട് പുസ്തകത്തിൽ മോശയോട് ദൈവം പറയുന്നുണ്ട്, നിന്റെ കാലിൽ കിടക്കുന്ന ഷൂസ്, ചെരുപ്പ് അഴിച്ചു മാറ്റുക. എന്നിട്ട് പുതിയ നിയമത്തിൽ എഫേസൂസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയാണ്, ചെരുപ്പ് ധരിക്കുക അല്ലെങ്കിൽ ഷൂസ് ധരിക്കുക. എന്താണ് ഇതിൻ്റെ അർത്ഥം? മോശേ, ലോകവുമായിട്ട് നിന്നെ ബന്ധപ്പെടുത്തുന്ന നിന്റെ ഷൂസ് നീ അഴിച്ചു മാറ്റുക, പകരം നിനക്ക് ഞാനൊരു പുതിയ ഷൂസ് തരികയാണ്. എന്താണെന്നറിയാമോ? എൻ്റെ സുവിശേഷം ഏത് സമയത്തും ജനത്തിന് കൊടുക്കാൻ, കണ്ണുനീരോടെ വരുന്ന ഒരുത്തൻ്റെ കണ്ണുനീര് തുടയ്ക്കാനുള്ള കൃപ ഞാൻ നിനക്ക് തരികയാണ് എന്നാണ് എൻ്റെ അർത്ഥം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പട്ടാളക്കാരെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നമ്മുടെ ഈ കാർഗിൽ യുദ്ധമുണ്ടായ സമയത്ത് ഞാൻ വായിച്ചതാണ്. ഇന്ത്യൻ പട്ടാളക്കാരുണ്ടല്ലോ, അവർ രാത്രി കിടന്നുറങ്ങുമ്പോൾ പോലും ഷൂസ് ഇട്ടിട്ടാണ് അവർ കിടന്നുറങ്ങുന്നത്. ഉറങ്ങാനൊന്നും പറയാൻ പറ്റത്തില്ല, ഷൂസും ബെൽറ്റും ഒക്കെ ധരിച്ചാണ് അവർ കിടക്കുന്നത്. നമുക്ക് അത്ഭുതം തോന്നും. കാരണം എന്താണെന്നറിയാമോ? രാത്രിയിൽ ശത്രു രാജ്യം എപ്പോൾ ആക്രമിച്ചാലും ഒരു വലിയ സൈറൺ മുഴങ്ങുന്ന സമയത്ത് എഴുന്നേറ്റ് ഷൂസ് ഇടാൻ സമയമൊന്നുമില്ല. അങ്ങനെ ഷൂസ് ഇടാനും അതിൻ്റെ ലേസ് കെട്ടാനും ഒക്കെ പോയാൽ ശത്രു രാജ്യം വെടിവെച്ച് തകർത്ത് കളയും. അതുകൊണ്ട് എപ്പോൾ സൈറൺ മുഴങ്ങുന്നോ അപ്പോൾ ചാടി എഴുന്നേറ്റ് യുദ്ധത്തിന് പോകുന്ന തരത്തിൽ ഷൂസ് ഇട്ടുകൊണ്ടാണ് ഈ പാവം പട്ടാളക്കാരി യുദ്ധസമയത്ത് കിടന്നുറങ്ങുന്നത്. ഇതിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് പൗലോസ്ലീഹായിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്, സാത്താൻ ഏത് സമയത്ത് ദൈവജനത്തെ ആക്രമിക്കാൻ എഴുന്നേറ്റാലും നീ ഒരു ഷൂസ് ധരിച്ചുകൊണ്ട് അവനെതിരെ യുദ്ധം ചെയ്യാൻ തക്കവണ്ണം, യേശുവിൻ്റെ നാമത്തിൽ നീ പടയാളിയാകത്തക്കവണ്ണം, നീ ഒരു പട്ടാളക്കാരനാകത്തക്കവണ്ണം, വിട്ടുപോ സാത്താനെ എന്ന് പറയത്തക്കവണ്ണം നീ ഒരുക്കമുള്ളവനായിരിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പലപ്പോഴും ചിലരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ട്, യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് ഇപ്പോഴെങ്ങാനും സംഭവിച്ചാൽ ഞാൻ ഓടി കുമ്പസാരക്കൂട്ടിൽ പോകുമെന്ന്. അങ്ങനെ പറയുന്നതിൽ തെറ്റൊന്നുമില്ല, പക്ഷേ ഒരർത്ഥത്തിൽ തെറ്റുമുണ്ട്. കാരണം നമുക്ക് അന്നേരം കുമ്പസാരക്കൂട്ടിൽ പോകാൻ സമയം കിട്ടത്തില്ല. കാരണം ദൈവത്തിൻ്റെ മക്കളെല്ലാം എടുക്കപ്പെടും, ജീവനോടെ ശരീരത്തോടുകൂടി മരണം കാണാതെ എടുക്കപ്പെടുമ്പോൾ വൈദികരൊക്കെ അങ്ങ് എടുക്കപ്പെടും. കുമ്പസാരിപ്പിക്കാനൊന്നും ഇവിടെ ആളൊന്നും കാണത്തില്ല. മാത്രമല്ല നമ്മൾ ഒരുങ്ങിയിരിക്കണമെന്നാണ് കർത്താവ് പറയുന്നത്. സുവിശേഷത്തിനുള്ള ഒരുക്കം, അതായത് നമ്മളൊരു ബസ്സിൽ വെച്ച് വേദനിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടാൽ പോലും ആ വ്യക്തിയോട് ഈശോയെപ്പറ്റി പറയത്തക്കവണ്ണമുള്ള ഒരു ബലവും ഒരു ധൈര്യവും ഒരു അഭിഷേകവും നമ്മുടെ പുറത്ത് ഉണ്ടായിരിക്കണമെന്ന് കർത്താവിൻ്റെ വചനം നമ്മളെ ഇന്ന് ഓർപ്പിക്കുകയാണ്. സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കും. നമ്മൾ ഒരുങ്ങിയിരിക്കണമെന്നാണ് കർത്താവ് പറയുന്നത്. അഞ്ചാമതായിട്ട് ഓടുന്ന കാലുകൾ എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം പറയാണ്, സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര മനോഹരം. റോമ 10:15. സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര മനോഹരം. യെശയ്യായിലൂടെയാണ് ദൈവം ഈ വചനം ആദ്യമായിട്ട് പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തെക്കുറിച്ച് ഒരു മനുഷ്യനോട് പറഞ്ഞു കൊടുക്കുന്ന പാദങ്ങൾ വളരെ മനോഹരമാണ് എന്നാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്. ഈ കൊച്ചു ത്രേസ്യ പുണ്യവാളത്തിയുടെ ജീവചരിത്രം വായിക്കുമ്പോൾ അതിൻ്റെ അകത്ത് കൊച്ചു ത്രേസ്യ പുണ്യവാളത്തി ഒരു കാര്യം പറയുന്നുണ്ട്. ഞാൻ കോൺവെൻറ്റിൽ വന്നപ്പോൾ ആദ്യം വിചാരിച്ചിരുന്നത് ഈശോയെ സ്നേഹിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ കോൺവെൻറ്റിൽ വന്നതെന്നാണ്. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി തുടങ്ങി വിശുദ്ധയാകാൻ വേണ്ടിയിട്ടാണ് കോൺവെൻറ്റിൽ വന്നത്. ഏറ്റവും അവസാനം എനിക്ക് മനസ്സിലായി സുവിശേഷം കൊടുക്കാനാണ് ഞാൻ കോൺവെൻറ്റിൽ വന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓർത്ത് നോക്കിക്കേ, കോൺവെൻറ്റിൻ്റെ ഈ മതിൽക്കെട്ടിൻ്റെ പുറത്ത് പോയി ഒരാളോട് പോലും ഈശോയെപ്പറ്റി പ്രസംഗിക്കാൻ സാധിക്കാതിരുന്ന ഈ വലിയ വിശുദ്ധ പറയുകയാണ്, സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളതാണ് എൻ്റെ വലിയ ദൗത്യമെന്ന് ഞാൻ തിരിച്ചറിയുന്നു. അമേരിക്കയിൽ ഒരു സ്ഥലത്ത് പെട്രോൾ അടിക്കുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. ആ ചെറുപ്പക്കാരൻ്റെ പേര് ബോബ് എന്നാണ്, വെള്ളക്കാരനാണ്. യേശുവിനോട് വലിയ സ്നേഹമാണ്. പ്രസംഗിക്കാൻ അറിയത്തില്ല, പാട്ട് പാടാൻ അറിയത്തില്ല, കൗൺസിലിംഗ് കൊടുക്കാൻ അറിയത്തില്ല, യാതൊന്നും അറിയത്തില്ല. അതിനാകപ്പാട് എന്ത് ചെയ്യുമെന്നറിയാമോ? ഈ പെട്രോൾ അടിക്കാൻ വരുന്ന വ്യക്തിക്ക് യേശുവിനെ കൊടുക്കാൻ വേണ്ടി
അദ്ദേഹം കണ്ടുപിടിച്ചൊരു മാർഗം, അദ്ദേഹത്തിൻ്റെ ടീഷർട്ടിൽ അദ്ദേഹം ഇട്ടിരിക്കുന്ന ഉടുപ്പിൻ്റെ മുൻവശത്തും പുറകുവശത്തും അദ്ദേഹം മനോഹരമായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. എന്താണെന്നറിയാമോ? ഗിവ് യുവർ കാർ ടു ബോബ് ആൻഡ് യുവർ ഹാർട്ട് ടു ജീസസ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ കാറ് ബോബിൻ്റെ കയ്യിൽ കൊടുക്കുക, ബോബ് അതിൽ പെട്രോൾ ഒഴിച്ചു തരും. നിങ്ങളുടെ ഹൃദയം നിങ്ങൾ യേശുവിന് കൊടുക്കുക, യേശു അതിൽ വിശുദ്ധിയും പരിശുദ്ധാത്മാവും ദൈവിക പ്രകാശവും നിറച്ചു തരും. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, എനിക്കിത് ആദ്യം കേട്ടപ്പോൾ തോന്നി, എൻ്റെ പൊന്നെ, ഒരു ടീഷർട്ടിൻ്റെ അകത്ത് ഇങ്ങനെ എഴുതിയിട്ടത് കൊണ്ട് മാത്രം ആരെങ്കിലും മാറുമോ? പക്ഷേ അവിടുത്തെ ഈ സംഭവത്തെക്കുറിച്ച് കൂടുതലായിട്ട് അറിഞ്ഞപ്പോൾ മനസ്സിലായി, ഏതാണ്ട് 250ഓളം വ്യക്തികൾ ഇദ്ദേഹത്തിൻ്റെ സന്തോഷം നിറഞ്ഞ മുഖവും സ്നേഹം നിറഞ്ഞ പെരുമാറ്റവും ഈ ടീഷർട്ടിൽ എഴുതിയിരിക്കുന്ന യേശുവിൻ്റെ വചനവും കേട്ടുകൊണ്ട് യേശു ക്രിസ്തുവിനെ തിരിച്ചറിയാൻ ഇടയായി തീർന്നു. കാണുക, ഒരു മനുഷ്യൻ അവനറിയാവുന്ന തരത്തിൽ യേശുവിനെ കൊടുക്കുകയാണ്. സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര മനോഹരം. അമേരിക്കയിൽ തന്നെയുള്ള മറ്റൊരു ഡോക്ടറുണ്ട്, അദ്ദേഹം ഒഫ്താൽമോളജിസ്റ്റാണ്, കണ്ണ് ഡോക്ടറാണ്. അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ അറിയത്തില്ല. അദ്ദേഹം ആകെ ചെയ്യുന്നതെന്നറിയാമോ? ഈ കാറ്ററാക്റ്റ് ഒക്കെ സർജറി കഴിഞ്ഞിട്ട് കീറിക്കഴിഞ്ഞിട്ട് ഈ പേഷ്യൻറ്റിൻ്റെ കണ്ണ് ഇങ്ങനെ മൂടിക്കെട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ആദ്യമായിട്ട് തുറക്കുമ്പോൾ വായിക്കാൻ പറ്റുമോ എന്നൊക്കെ ഒരു ടെൻഷനുണ്ട്. അന്നേരം എന്ത് ചെയ്യുമെന്നറിയാം, ഈ ഡോക്ടർ ഒരു പേപ്പർ എടുത്ത് ഈ രോഗിയുടെ മുഖത്തിൻ്റെ മുമ്പ് ഇങ്ങനെ വെച്ചു കൊടുക്കും. അപ്പോൾ ഈ നേഴ്സ് വന്ന് ഈ കണ്ണിൻ്റെ കെട്ടഴിക്കുമ്പോൾ രോഗി ആദ്യമായിട്ട് ഇങ്ങനെ നോക്കുകയാണ്, കാഴ്ച ഉണ്ടോ ഇല്ലയോ അറിയത്തില്ല. അങ്ങനെ പതുക്കെ കണ്ണ് തുറക്കുമ്പോൾ കാണുന്ന പേപ്പറിൽ എഴുതിയിരിക്കുന്നതെന്നറിയാമോ? ദൈവം സ്നേഹമാകുന്നു, ആ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു, ആ ദൈവത്തിൻ്റെ പേരാണ് യേശു ക്രിസ്തു. അപ്പോൾ ദൈവം ഇല്ലാത്തവനെ കൊണ്ടും ഈ ഡോക്ടർ ഇത് വായിപ്പിക്കുകയാണ്. ദൈവം ഇല്ല എന്ന് പറയുന്നവനും അറിയാതെയാണെങ്കിൽ ഇത് വായിച്ചു പോവുകയാണ്. ദൈവം സ്നേഹമാണ്, ആ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു, ആ ദൈവത്തിൻ്റെ പേരാണ് യേശു ക്രിസ്തു. ഒരു കണ്ണ് ഡോക്ടർക്ക് പ്രസംഗിക്കാൻ അറിയത്തില്ല, ഒന്നും അറിയത്തില്ല, പക്ഷേ അദ്ദേഹം തനിക്കറിയാവുന്നത് പോലെ യേശു ക്രിസ്തുവിനെ കൊടുക്കുകയാണ്. ദൈവം നമ്മളെ വിളിക്കുന്നു സ്നേഹത്തിൻ്റെ ഭാഷയിൽ, മറ്റുള്ളവരെ ആരെയും മുറിപ്പെടുത്താതെ, ആരോടും ഒന്നും അടിച്ചേൽപ്പിക്കാതെ, എളിമയുടെയും സ്നേഹത്തിൻ്റെയും ഭാഷയിൽ യേശു ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ കർത്താവ് എന്നെയും നിങ്ങളെയും വിളിക്കുന്നു. അവസാനമായി ആറാമത്തതായിട്ട്, പിശാചിനെ കാൽ കീഴിലിട്ട് അരച്ചു കളയുവാൻ അഭിഷേകം ചെയ്യപ്പെടുന്ന പാദങ്ങൾ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട ദൈവമക്കളെ, റോമാലേഖനം 16-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ്, സമാധാനത്തിൻ്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്ത് കളയും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, നിങ്ങളുടെ കാൽ കീഴിലിട്ട് പിശാചിനെ സമാധാനത്തിൻ്റെ ദൈവം ഉടൻ തന്നെ തകർത്ത് കളയും. ഈ ഉടൻ തന്നെ എന്ന് ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ ഓർത്ത്, ഇത് എപ്പോഴാണിത്? അതറിയാൻ ഇതിൻ്റെ മുകളിലോട്ട് വായിച്ചു നോക്കിയപ്പോൾ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുകയാണ്, നമ്മളുടെ വിശുദ്ധീകരണം സംഭവിച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ അടുത്തത് സംഭവിക്കുന്നത് ശക്തീകരണമാണ്. പിശാച് നമ്മുടെ കാൽ കീഴിൽ അമർന്നു പോകുമെന്ന് ദൈവത്തിൻ്റെ വചനം ഓർപ്പിക്കുന്നു. ലൂക്കാസ് സുവിശേഷം 10-ാം അധ്യായം 19-ാം തിരുവചനം, പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തിയുടെ മേൽ ചവിട്ടി നടക്കാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എത്ര മനോഹരമായ ഒരു പദവിയാണ് ദൈവം നമുക്ക് തരുന്നത്. ആദ്യ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിൽ പിശാച് നമ്മുടെ വല്യപ്പച്ചനായ ആദത്തെയും വല്യമ്മച്ചിയായ ഹവ്വയെയും തൻ്റെ പാദത്തിങ്കിലിട്ട്, തൻ്റെ കാൽപാദത്തിലിട്ട് അടിമകളാക്കി മാറ്റിയെങ്കിൽ, പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവിൻ്റെ കുരിശുമരണവും ഉത്ഥാനവും പരിശുദ്ധാത്മാവിൻ്റെ വരവും വഴി നമുക്ക് നഷ്ടപ്പെട്ടത് തിരികെ തന്നുകൊണ്ട് നമ്മുടെ പൊസിഷൻ വീണ്ടെടുക്കാൻ പറയുകയാണ്. പിശാചിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്ത് കളയാനുള്ള വലിയൊരു അഭിഷേകം ദൈവം നമുക്ക് തരികയാണ്. നമ്മുടെ ആന്തരിക മനുഷ്യൻ്റെ പാദങ്ങൾ വളരെ മനോഹരമാണ്. അത് അഭിഷേകം നിറഞ്ഞ പാദമാണ്, വിശുദ്ധിയുള്ള പാദമാണ്, ഓടേണ്ട പാദങ്ങളാണ്, പ്രകാശം നിറഞ്ഞ പാദങ്ങളാണ്, ദൈവം കാത്തു സൂക്ഷിക്കുന്ന പാദങ്ങളാണ്. നമുക്ക് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഈശോയെ, പലപ്പോഴും എൻ്റെ ആന്തരിക മനുഷ്യൻ ബലമില്ലാതെ താഴെ വീണ് പോയിട്ടുണ്ട്. പ്രലോഭന സമയത്ത് പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ ഞാൻ തകർന്ന് താഴെ വീണിട്ടുണ്ട്. യേശുവേ, എൻ്റെ പാദങ്ങളെ യേശു ക്രിസ്തു എന്ന പാറമേൽ ഉറപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ പാറപ്പുറത്ത് ഉറച്ചു കഴിയുമ്പോൾ ഒരു കൊടുങ്കാറ്റിലും താഴെ വീഴാതെ ഞാൻ ഉറച്ചു നിൽക്കുമല്ലോ കർത്താവേ. അങ്ങയുടെ വിശ്വസ്തരുടെ പാദങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന ദൈവമാണല്ലോ. വചനം കൊണ്ട് എൻ്റെ പാദങ്ങളെ കഴുകണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് എന്നെ അഭിഷേകം ചെയ്യണമേ, എൻ്റെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമേ. പൗലോസ്ലീഹായോടൊപ്പം ഞാനും പറയട്ടെ, എൻ്റെ ബാഹ്യ മനുഷ്യൻ ഓരോ ദിവസവും ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ ഓരോ ദിവസവും ശക്തി പ്രാപിക്കുന്നു എന്ന് പറയത്തക്കവണ്ണം എൻ്റെ ഉള്ളിലെ മനുഷ്യനെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താഴെ വീടാതെ ഞങ്ങളെ കാത്തുകൊള്ളണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന.